ഇതാണ് സാധനം, തനിത്തങ്കം. ഹായ്, ഞങ്ങൾ കുട്ടനാട്ടുകാർ. ഇന്നെന്താ പരിപാടി എന്നായിരിക്കും അല്ലേ? ഇന്നത്തെ പരിപാടി പറഞ്ഞുതരാം. വലവീശി ഞായറാഴ്ച ഏതായാലും എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഞായറാഴ്ചത്തെ പരിപാടി. ഇതെന്താണെന്നായിരിക്കുമല്ലോ, അത് പറഞ്ഞു തരാം. അതും പറഞ്ഞു തരാം. ഞായറാഴ്ചത്തെ പരിപാടി വലവീശി ക്ഷീണിച്ചു, വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ സുഹൃത്ത് തെങ്ങേലിരിക്കുന്നു. തെങ്ങിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നു. നമ്മുടെ തെങ്ങിൻ്റെ കൊലയിൽ നിന്ന് തെങ്ങിൻ്റെ വെള്ളം പാനി എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ചങ്ങായിയോട് പറഞ്ഞ്, ഒത്തിരി നാളായി തെങ്ങേന്ന് നേരിട്ടുള്ള പാനി കുടിച്ചിട്ട്, മഴവെള്ളം കുടിച്ചിട്ടുള്ള അല്ലാതെ തെങ്ങേന്ന് നേരിട്ട് വരുന്ന പാനി ഇതുവരെ കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞ്. അപ്പം ചങ്ങാതി പറഞ്ഞു, എന്നാൽ നിന്നൊക്കെ ഇന്ന് ഞാൻ തെങ്ങേന്ന് നേരിട്ട് വരുന്ന പാനി അങ്ങ് തരാമെന്ന് പറഞ്ഞു. ശകലം പാനി കിട്ടി. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. പക്ഷേ ഇതിനകത്തൊരു വലിയ പ്രശ്നമുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ അത് പഴുതാര കാണും, പുഴുക്കൾ കാണും, ഈ എന്നാ പറയുക നമ്മുടെ മറ്റേ കടന്നലൊക്കെ കാണും. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്യാസ് വരും. ഗ്യാസ് അല്ല, സൗണ്ട് ഉണ്ട്, ഗ്യാസ്. ഇതാണ് സാധനം, തനിത്തങ്കം. ഇത് സോഡ ഒന്നും അല്ല കേട്ടോ. നിങ്ങൾ എനിക്ക് ഇത് സോഡയല്ല. ഒന്നും കളയാനില്ല. ഇത് സോഡയല്ല, ഇതാണ് നമ്മുടെ യഥാർത്ഥ തെങ്ങിൻ കള്ള്. ഈ കള്ളെന്ന് പറയാനൊക്കെ ഇല്ല കേട്ടോ. തെങ്ങിൻ്റെ പാനി. നമ്മൾ ഇത് ലഹരിയായിട്ട് ഉപയോഗിക്കുന്ന സാധനമൊന്നുമല്ല. ലഹരിയൊന്നും ഇല്ലാതെ ഇത് ചെത്തി നേരെ വന്നിരിക്കുന്നൊരു സാധനമാണ്. ഇനി നമുക്കിച്ചിരി ഒന്ന് തുറക്കാം. കളയാനൊട്ടും ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. വേറെ ഒന്നും കളയാനൊട്ടും ഇല്ല. ഓക്കെ, വലവീശ് അടിസക്കെ. അപ്പം ഇതേണ്ട, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇത് കണ്ടോ, കള്ളിനകത്ത് നിന്ന് കിട്ടുന്ന സാധനം ഇതൊക്കെ കൂട്ടിയാണ് ഈ നമ്മുടെ കള്ള്. ഇതുണ്ടോ, കള്ള് മാറ്റി വെക്കാം നമുക്ക്. നിങ്ങൾ നോക്കിക്കോണേ, കള്ള് നമുക്ക് ഈ പാത്രത്തിന് സൈഡിൽ തന്നെ നോക്കാം. നമ്മുടെ കൊഞ്ചിരിക്കുന്ന പാത്രം. അപ്പോൾ വലവീശിട്ട് വന്നപ്പോൾ കൊഞ്ചിൻ ചേട്ടൻ ഇരിക്കുന്നുണ്ടോ കേട്ടോ. കൊഞ്ചിരിക്കുന്ന പാത്രത്തിൽ തന്നെ കൊഞ്ച് ആരാനൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ കൂട്ടി ഒരു ഉച്ചയ്ക്ക് ഒറ്റ അടിയാണ്. അതായത് ഇച്ചിരി കള്ളും കുടിച്ച് ഇച്ചിരി കൊഞ്ചു വറുത്തതും. ഇതാണ് കടന്നല. ഇത് കടന്നലുണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. കണ്ടോ കടന്നൽ കണ്ടോ, ഇതാണ് കടന്നലെന്ന് പറയും. ഇതൊക്കെ നമുക്കിവിടെ വെക്കാം. ഇത് പിന്നെ നമ്മുടെ കടന്നൽ കൂടാതെ ഉറുമ്പുകൾ, ഉറുമ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് കുടിക്കുമ്പോഴേ നേരെ അങ്ങോട്ട് കുടിക്കാൻ പറ്റത്തില്ല. ഇതിന് നൊര കണ്ടോ, ഇത് നൊരയ്ക്കുന്നുണ്ടോ? ഇതിന് നൊരയാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ ഇതുണ്ടോ, ഇതിൻ്റെ അടിയിലോട്ടൊന്ന് കാണിക്കാൻ പറ്റും, മനസ്സിലാവേ? നൊരയ്ക്കുന്നുണ്ടോ? നൊരപ്പ സാധനമാണ്. നമുക്കൊന്ന് ചിലൊന്ന് ഒഴിക്കാം. ഈ കടന്നൽ കാണുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചില്ലോ. ഇതാ കടന്നൽ ഉണ്ടോ, കള്ളിനകത്ത് നിന്ന് വരുന്ന കടന്നൽ, പഴുതാര, പല്ലി, ഇതൊക്കെ നമ്മുടെ ഈ കള്ളിനകത്ത് കാണും. അതൊക്കെ കാണാനാണ് നിങ്ങൾ ചിലപ്പോൾ കുടിക്കുന്നത്. പക്ഷേ ഈ സാധനം വേണം. എപ്പോഴാണ് ഇത് തനി കള്ളാകുന്നത് കേട്ടോ. കാര്യം നമുക്ക് മറ്റുള്ള സ്ഥലത്ത് നിന്ന് വിലയ്ക്ക് മേടിക്കുന്ന ഒരു കള്ളല്ലാത്തതുകൊണ്ട് തെങ്ങിൻ്റെ ഇതേന്ന് തന്നെ ചാറ് നേരെ എടുത്ത്, ആ ചൊട്ടയിൽ നിന്ന് ചാറ് നേരെ എടുത്ത് പാടെയുള്ള കള്ളായതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. ഇത് ലഹരിയായിട്ടൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷേ നല്ല രുചികരമായ നല്ല ടേസ്റ്റുള്ള തേൻ ടേസ്റ്റ് പോലത്തെ സാധനമാണിത്. നമുക്ക് ശകലം ഒന്ന് കുടിച്ചു നോക്കിയാലോ. കടന്നൽ ഇവിടെ ഇരിക്കട്ടെ. ഇത് കടന്നലാണ്. കടന്നലുണ്ട്, തേളുണ്ട്, തേള ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? തേളിനെ ഞാൻ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. തേളിൻ്റെ ഫോട്ടോ തരുത്. തേളുണ്ട്, കടന്നലുണ്ട് ഉണ്ടോ, പിന്നെ പുഴുക്കളുണ്ട്, പിന്നെ ചിലപ്പോൾ പല്ലി കാണും, ചിലപ്പോൾ പഴുതാര കാണും. പിന്നെ ഇശ വെച്ചിട്ട് കാര്യമൊന്നുമില്ല, ക്യാമറാമാൻ ഇശ വെക്കുന്നു ഏതോ. ഓക്കെ, അപ്പം എല്ലാവരോടും കൂടി നമുക്കൊരു ശകലം
കള്ളിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയാലോ. അപ്പോൾ അരിച്ചെടുക്കണം കേട്ടോ. ഓർത്ത് അരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇതിനകത്ത് പുഴുവും പല്ലിയും പാറ്റയൊക്കെ ഈ അരിപ്പയ്ക്കകത്ത് വീഴാൻ വേണ്ടിയിട്ട്, എന്നിട്ട് നമുക്ക് കുടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ വെച്ചു. കാര്യം നമുക്ക് ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്ത് ജീവിക്കും. ഇപ്പോൾ വീശി മീൻ കിട്ടും. അത് ശരിക്കും ഞങ്ങൾ കുട്ടനാട്ടുകാരെന്ന് പറയുന്നത്, കുട്ടനാട്ടുകാർക്ക് ഇത് ശരിക്കും ഇത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ കുട്ടനാട്ടുകാരെന്ന് പറഞ്ഞാൽ അഭിമാനിക്കുന്ന ഞങ്ങൾ. കാര്യം ഞങ്ങൾ കുട്ടനാട്ടുകാർ കൊഞ്ച് വീശണം, കൊഞ്ച് കരിമീൻ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കള്ള്, തെങ്ങിൻ കള്ള്, നല്ല തെങ്ങിൻ കള്ള് ചെത്തി നടത്തുന്നതേ. ഓ ഉള്ള കിണ്ണം കാച്ചും വേണം, ഉള്ള പുളക്കം വേണോ. അടിപൊളി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പടക്ക സാധനം മധുരം. ഇത് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുന്നേ? നിങ്ങൾക്ക് ഇതുപോലത്തുള്ള കള്ള ആവശ്യമുണ്ടെങ്കിലേ, കള്ളെന്ന് പറയാനൊക്കത്തില്ല. അവിടെ തെങ്ങിൻ പാനീയം, കള്ള് നമുക്ക് വേറെ സാധനമാണ്, ലഹരി വസ്തുവാണ്. ഇത് ലഹരിയല്ല, തെങ്ങിൻ പാനീയം. തെങ്ങിൻ്റെ ചൊട്ടയിൽ നിന്ന് നേരെ നമ്മൾ എടുത്ത സാധനം. അത് ലഹരിയൊന്നുമില്ല, കിക്കാകുന്നില്ല കേട്ടോ. ഇത് കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോഴാണ് കള്ളാകുന്നത്. പുളിച്ച് മൂത്ത് വരുമ്പോഴാണ് കള്ളാകുന്നത്. എടുത്ത് നല്ല നെറുകന്തര വരെ വന്നു അതിൻ്റെ ടേസ്റ്റ്. അത് വേറെ എന്ത് കഴിച്ചാലും, നമ്മൾ കുഴിമന്തി കഴിച്ചാലോ അല്ലെങ്കിൽ നെയ്ച്ചോറ് കഴിച്ചാലോ അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി കഴിച്ചാലോ മട്ടൻ ചിക്കൻ എന്നാ കഴിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ്, ഈ ഒരു രുചി ഇത് കിട്ടണമെങ്കിൽ അത് കുട്ടനാട്ടിലെ തെങ്ങിൻ കള്ളയിൽ നാലിനെ എടുത്തിട്ട് വേണം. അതുപോലെ തന്നെ അത് മാത്രമല്ല, നമ്മുടെ കൊഞ്ച് കൂട്ടിയുള്ളൊരു ഊണും കൂടെ ഉണ്ട്. അതാണ് ഞായറാഴ്ച ദിവസം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടികൾ. കാര്യം കൊഞ്ചോ കരിമീനോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പിടിക്കുക. അതായത് പോയി വിലയ്ക്ക് മേടിച്ചുകൊണ്ടിരുന്ന നല്ല പിടിക്കുക, അത് കറി വെക്കുക, അത് കൂട്ടുക, എൻജോയ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.